ഇന്ന് ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. മണ്ണും വളപ്പൊടിയും പാടെ കേട്ടോ. നമുക്ക് കുറച്ച് ചീര പാകി കൊടുക്കാനാണ്. ചുവപ്പ് ചീരയുടെ വിത്താണ് കേട്ടോ. വളപ്പൊടിയും മണ്ണും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം. ഇതൊരു ജർജർ വിത്താണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് തന്നതാണ് പാലക്കാട്ടിൽ നിന്നും. ഇതും ഒന്ന് നമുക്ക് ഇതിലൂടെ ഒന്ന് പാകി കൊടുക്കാം. ചീര വിത്ത് ഒരു നുള്ളെടുത്തിട്ട് പാകാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഇടരുത്. മണ്ണിനൊക്കെ നല്ലപോലെ നൈസായി ഒന്ന് കട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് മണ്ണും വളപ്പൊടിയും പാടെ മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. കുറച്ച് അതിലൊക്കെ പാകി കൊടുത്തിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ മുളച്ച് വരും കേട്ടോ. അതുപോലെ ഇട്ട് കൊടുക്കുക. മൺകട്ടനൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല മഴയുള്ള ടൈമിൽ വിത്ത് പാകരുത് കേട്ടോ. വിത്ത് മുളക്കാൻ താമസം പിടിക്കും. ചിലപ്പോൾ മുളക്കാറേ ഇല്ല, അങ്ങനെ അമരന്ന് പോകും. വെള്ളത്തിൻ്റെ അമരം കാരണം മണ്ണും അതങ്ങനെ അമരും. ഇത് ഞാൻ കഴിഞ്ഞ തവണ വെച്ച പുതിനയും ഇടയിൽ ചെറിയ ചെറിയ ചീരകളും കേട്ടോ. പുതിനയൊക്കെ നല്ലപോലെ തളിര് വന്ന് തുടങ്ങി കേട്ടോ. നല്ല മൂപ്പുള്ള ഓരോ തുണ്ട് വെച്ചതാണ് കേട്ടോ. ഇതിൽ നിന്ന് തലനുള്ളി വെച്ചതാണ്. നോക്കുമ്പോൾ അതും നല്ലതുപോലെ തളിരിട്ട് തുടങ്ങി. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ബിരിയാണി വെക്കണം പറഞ്ഞാൽ ഒരു പിടി പുതിന നമുക്ക് ഇവിടുന്ന് തന്നെ വലിച്ചെടുക്കാം. നല്ലതുപോലെ തളിര് വന്ന് നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.